ഇപ്പൊ ഞാനും എൻ്റെ അനിയനും എൻ്റെ അറിയാത്ത ഒരു കാര്യമില്ല അവനാണെങ്കിലും പിന്നല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരും. ഈവൺ അമ്മയ്ക്കും അച്ഛനും അറിയാത്ത പല കാര്യങ്ങളും എനിക്കും അവൻ നമുക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ എൻ്റെ അമ്മ പറയും നിങ്ങൾ അങ്ങനെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ കാണുമ്പോഴാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മളിപ്പോഴും പറയാറ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോന്നോ എന്ത് ചോദ്യം. ഞാൻ ഭയങ്കര ബോണ്ടിങ് എന്നൊക്കെ സോഷ്യലൈസ് ചെയ്ത് ചോദിച്ചതോ. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നല്ലോ. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നാലോ എക്സാക്ട്ലി. സുജാത മാമിന് ആൻറ്റീനെ എപ്പം ഞാൻ കണ്ടാലും ഞാൻ ഇങ്ങനെ നമ്മള് ചെറുതാകുമ്പോൾ വളരുമല്ലോ, അപ്പം ഇങ്ങനെ നീളം വെച്ച് വരുമ്പം ഒരു പ്രാവശ്യം ആൻറ്റീനെ കണ്ടപ്പോൾ ഞാൻ ആൻറ്റീനെക്കാളും നീളം വെച്ചു. അപ്പൊ എന്നോട് നിന്നോട് ആരാടി എന്നെക്കാളും നീളം വെക്കാൻ പറഞ്ഞത്, താഴെ കുനിഞ്ഞു നിൽക്കണി നിറു. എന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന സമയം നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കുന്നത്, ഒരു അവാർഡ് ഫംഗ്ഷനാണ്, ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ സുജാത ആൻറ്റീൻ്റെ അടുത്താണ് ഞാൻ പോയി ഇങ്ങനെ നിന്നത്. എന്നെ പിടിച്ച് ആൻറ്റി ഉന്തി കുരിച്ചു. ഞാൻ ഇങ്ങനെയാ ഫോട്ടോയിൽ നിൽക്കുന്നത് ആൻറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ. അമ്മയുടെ പിറന്നാൾ 25th-നാണ്. 24th ഞാൻ ഈ പാട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കേൾപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത്, നീ എന്താ നിന്റെ അനിയനെ കൊണ്ട് പാടിപ്പിക്കാൻ, അവനെ കൊണ്ട് പാടിപ്പിച്ചുകൂടെ ഇതിൽ വെച്ച്. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, അവനെ കൊണ്ടും പാടിപ്പിക്കാലോ. അമ്മ രാവിലെ മുതലേ പറയുന്നുണ്ട് എൻ്റെ മക്കളെ മാത്രം എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല, ഞാൻ ചെയ്ത പാട്ടാണ്. നീ ചെയ്ത പാട്ടോ, നിനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ? അപ്പൊ നമ്മൾ കാറിന് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിലാണ് ഞാൻ അമ്മയ്ക്ക് പാട്ട് കേൾപ്പിച്ചത്. പിന്നെ അമ്മ പാട്ട് കേൾക്കലും ഇമോഷണൽ ആവലും